ആ തമനെ ചായയൊക്കെ സൂപ്പർ കേട്ടാ. പിന്നെ നിനക്ക് ഡെയിലി പണിയൊക്കെ ഉണ്ടാടാ? പണി ഇപ്പൊ 2 ദിവസം കൊണ്ട് പണിയില്ല. അപ്പോൾ ഏതാ എല്ലാഴ്ചയും പണി ഉണ്ടായിരുന്നില്ല? പണി വളരെ കുറവ്, പിന്നെ തട്ടി നിറച്ചൊക്കെ ഉള്ളു പണി. ഞാൻ പണിയൊക്കെ വന്നോളും. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നത്. എന്ത് നോക്കില്ലേ? അത് നിനക്കൊരു കല്യാണം ആലോചിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. കല്യാണം ആലോചിക്കണം. പക്ഷെ നിനക്ക് ഈ പെണ്ണിന്റെ പ്രായത്തിനെ കുറിച്ച് വല്ല ഡിമാൻഡ് നിനക്ക് കാണണമല്ലോ. എനിക്ക് പെണ്ണിന്റെ പ്രായത്തിനെ കുറിച്ചേ ഡിമാൻഡ് ഉള്ളൂ. അതായത് 20, 21 ഇത്രയും പാടുള്ളൂ. 22-ന് കിടക്കാൻ പാടില്ല. അത്രയും കിടക്കാൻ പാടില്ല. ഇതാണ് എന്റെ ഡിമാൻഡ്. പിന്നെ 50 എന്റെ കയ്യിൽ കിട്ടണം. സ്വർണവും പണവും. പിന്നെ 10-36 സെന്റ് വസ്തു ഒരു 50 സെന്റ് ആവണം. അത്രയും വേണ്ട വെക്കില്ലേ? അത്രയും വേണം. 50 അല്ല, 2 കല കെട്ടണം. 56 സെന്റ് വസ്തു ഇത്രയും വേണം. പിന്നെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്ത് തരുകയും വേണം. വാഹനവും വേണം വെക്കില്ലേ? അത്രയും വേണ്ടേ? കാറ് അതും വേണം. ഇതെല്ലാം വേണം. വേണ്ടേ? നിങ്ങൾ പറയും. പിന്നെ നടന്ന പോലെ തന്നെടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്റെ അറിവിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് ഞാൻ പറയാം. നിനക്കത് ഇഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ വിഷയം. പറയില്ല, ചുമ്മാ പറ. ഇപ്പം എല്ലാ പെൺപിള്ളേരും ഇപ്പൊ വിദ്യാഭ്യാസം കഴിയുന്നുണ്ടല്ലോ. ഇപ്പൊ 18 വയസ്സായി. ഇത് പറയാവുന്ന അനുവദിക്ക്. അവിടെ 18 വയസ്സായ പെണ്ണ് ചാടിപ്പോണെന്ന് നിനക്കറിയാലേ? അപ്പോൾ തന്നെ ചാടി. ഇതിൽ ജീവിക്കുന്നവരുണ്ട്, ജീവിക്കാത്തവരുണ്ട്. പിന്നെ മുക്കിന് ഇപ്പൊ കുടുംബ കോടതിയിൽ വരുന്നുണ്ടോ? നിന്റെ വീടിന്റെ അടുത്ത് ഇപ്പൊ വന്ന കോടതി ഏതാണ്? കുടുംബ കോടതിയല്ലേ? കുടുംബ. ഇപ്പൊ ഇത് കുടുംബ കോടതികൾ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? പലതും പറഞ്ഞു. കാരണം എന്താണ്? എടാ കല്യാണം കഴിച്ച് ഈ 18 വയസ്സ് കാര്യത്തിലോട്ട് വാക്കില്ലേ? 18 വയസ്സ് കഴിഞ്ഞ് ചിലർ ജീവിക്കുന്നവരുണ്ട്. പിറ്റേ ദിവസം, അതായത് കുടുംബക്കാര് കല്യാണം കഴിച്ചാൽ കൊടുത്താൽ തന്നെ എടാ പിറ്റേ ദിവസം വേറെ വിടുന്നവരുണ്ട്. പിന്നെ 2 ദിവസം പോയാലുണ്ട്. പിന്നെ നിനക്കിപ്പോ എത്ര വയസ്സാവും? എനിക്കൊരു 42. കണ്ടാ പറയില്ല. നിന്റെ നല്ല മനസ്സ്. പക്ഷെ നിന്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും പറ്റിയ ഒരു പെണ്ണ് വേണ്ടേ? വേണം. എടാ നീ ഒരു 21 വയസ്സായ ഒരു പെണ്ണ് കല്യാണം കഴിച്ചാൽ നീ എത്ര ദിവസം ജീവിതം പോകും? അതും ശരിയാണ് വക്കീലെ. എടാ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തെ പോലെയല്ല. പെണ്ണുങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല അറിവാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 7-8 മക്കളാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണായാലും പെണ്ണായാലും ഇതിൽ പെട്ടു. അവർക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല. മനസ്സിലായി? ഇപ്പോഴങ്ങനെയാണോ? പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലി. എവിടെ പോയാലും പെണ്ണുങ്ങൾക്കാണ് ജോലി. ടെക്സ്റ്റൈൽസിലായാലും ശരി, സർക്കാർ സ്ഥാപനങ്ങളായാലും ശരി, കുത്തിയിരുന്ന് പഠിക്കുന്നതായാലും ശരി, അവർക്ക് ജോലി. അപ്പൊ അവര് ആ വ്യഗ്രത പൂണ്ട് നിൽക്കുന്നവരാണ്. പിന്നെ ഫേസ്ബുക്കിൽ അവർക്കൊരു 1000 ഫ്രണ്ട്സ് ഉണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മളെ അറിഞ്ഞൂടാത്ത ആപ്പുകൾ, നിനക്ക് അറിഞ്ഞൂടാത്ത പല ആപ്പുകളും ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ ജീവിതമാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ജീവിതവുമായി ചേർന്ന് പോണ ഒരാളിനെ വേണം. ആണോ? വേണം. അപ്പൊ നിന്റെ ആഗ്രഹമാണ് 18 വയസ്സ് പ്രായം. 18 വയസ്സായ ഒരു പെണ്ണ് നിന്റെ കൂടെ എത്ര ദിവസം നിൽക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ? അത് ശരിയാണ്. വക്കീൽ പറഞ്ഞ ശരിയാണ്. പിന്നെ ഇത് വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും പെൺപിള്ളേരുണ്ടോ? ഇല്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം. അപ്പൊ നിനക്ക് നിന്റെ ജീവിതവുമായിട്ട് ചേർന്ന് പോകണം. അപ്പൊ നീ ജീവിക്കാൻ വേണ്ടിയാണോ പെണ്ണ് കിട്ടുന്നത്? ആൾക്കാരൊക്കെ ഷോ കാണിക്കാൻ വേണ്ടിയാണോ പെണ്ണ് കിട്ടുന്നത്? എനിക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം മതി. അപ്പൊ നീ പറ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് പെണ്ണ് വേണോ? എന്റെ ജീവിതം വേണോ? എന്റെ പൊന്നു വക്കീലെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി മതി. എനിക്ക് ജീവിതം മതിയേ. ശരി, എങ്കിൽ നീ രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റിയ രീതിയിലുള്ള ഒരു 2-3 പ്രപ്പോസലുണ്ട്. അത് പറയാനാണ്. മതി, ജീവിതം മതിയേ.